നാം ധ്യാനിക്കാൻ പോകുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ്. വിശ്വാസ പ്രമാണത്തിന് ശേഷം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന കർത്തൃ പ്രാർത്ഥന നാം ചൊല്ലുന്നു. ഈ പ്രാർത്ഥന നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചതാണ്. യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവൻ അരുളി ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. യേശു നേരിട്ട് പഠിപ്പിച്ച ഈ പ്രാർത്ഥന എല്ലാ ക്രിസ്ത്യാനികളും ചൊല്ലേണ്ടതാണ്. ഇത്ര വിശിഷ്ടമായ ഈ പ്രാർത്ഥന പോലെ മറ്റൊരു പ്രാർത്ഥനയും ഇതുവരെ ആരും രചിച്ചിട്ടില്ല. പിതാവിനോട് പ്രാർത്ഥിക്കുക എന്നാൽ ദൈവം ആയിരിക്കുന്ന രീതിയിലും പുത്രൻ നമുക്ക് വെളിപ്പെടുത്തി തന്നതുപോലെയുമുള്ള അവിടുത്തെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. പിതാവായ ദൈവം എന്ന നാമം ആർക്കും വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല. മോശ തന്നെ ദൈവത്തോട് അവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ മറ്റൊരു പേരാണ് കേട്ടത്. പുത്രനിലാണ് നമുക്ക് അത് വെളിപ്പെടുത്തപ്പെട്ടത്. കാരണം പുത്രന് മുമ്പ് പിതാവ് എന്ന നാമമില്ല. നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാം. കാരണം മനുഷ്യനായി തീർന്ന പുത്രനിലൂടെ അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ആത്മാവ് നാം അവിടുത്തെ അറിയുന്നതിന് ഇടയാക്കിയിരിക്കുന്നു. നാം പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നാം അവിടുത്തോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമുള്ള ഐക്യത്തിലാണ്. ജോലി ചെയ്യുമ്പോഴും പാടുക, അധ്വാനിക്കുമ്പോഴും ദൈവസ്തുതികൾ അതരത്തിലുണ്ടായിരിക്കട്ടെ. ദൈവസ്വരത്തിനെതിരായ മനുഷ്യപ്രകൃതിയുടെയോ മിത്രങ്ങളുടെയോ ഉപദേശങ്ങൾ ശ്രവിക്കാതിരിക്കുക. എന്ത് ചെയ്യുകയാണെങ്കിലും സ്വന്തം കാര്യം ചിന്തിക്കാതെ ദൈവത്തെപ്പറ്റി ചിന്തിക്കുക. അതെ, എല്ലായ്പ്പോഴും നാം പിതാവിനെ വിളിക്കുക, അവിടുത്തെ സ്തുതിക്കുക.